ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല ക്രിസ്പി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു ദോശ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. വെറും 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ള ദോശ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതാ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണെങ്കിലും പാക്കറ്റ് പൊടിയാണെങ്കിലൊന്നും കുഴപ്പമില്ല. ഇനി അതേ കപ്പ് തന്നെ നമ്മൾ ഈ 1 കപ്പിലാണ് പൊടി അളന്നെടുത്തിട്ടുള്ളത്. ആ 1 കപ്പ് തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ 1 കപ്പ് തന്നെ ഒരു 1/4 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം പുളിയുള്ള തൈരായതുകൊണ്ടാണ് 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഒരു 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. ഇനി അതേ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് നിറച്ച് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മട്ട അരിയുടെ വെച്ചിട്ടുള്ള ചോറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാ അരിയിൽ വെച്ചിട്ടുള്ള ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏത് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. വെള്ളം കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. മൊത്തത്തിൽ ഞാനിതിലേക്ക് ഈ ഒരു സെയിം ഗ്ലാസ്സിൽ 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഓരോ പൊടിയുടെ അളവ് രീതിക്കനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഈ വെള്ളമൊക്കെ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതാണ്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഈ ഒരു ലൂസിലാണ് മാവ് ഉണ്ടാവുക. അധികമായിട്ട് ലൂസായി പോകാൻ പാടില്ല. നമ്മൾ ഉഴുന്ന് ദോശയൊക്കെ ഉള്ള ആ ഒരു രൂപത്തിലാണ് ഇതിൻ്റെ മാവ് വേണ്ടത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഗോൾഡൻ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂണിലും താഴെ ഒരു നുള്ള് മാത്രം സോഡപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള ദോശയാണ്, റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നുള്ള് സോഡപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പും ആ സോഡപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ അതല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മാവ് ഒഴിച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇരുമ്പിൻ്റെ നമ്മുടെ പത്തിരിക്കല്ലാണ് ചുട്ടെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാന് എടുത്താലും മതി. എന്നിട്ടതാ ഇത് ഒരു ഹൈ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് മേൽഭാഗത്തേക്ക് ഒന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് തടവി കൊടുക്കുക. പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ടാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലാക്കിയിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കളറ് മാറി വന്നാൽ നമുക്കിതുപോലെ ഒന്ന് മടക്കി വെച്ചെടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ ദോശ ഇവിടെ റെഡിയായി. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റിയിട്ടും നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയാണ്. ഒരു 5 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ദോശയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിതാ എല്ലാതും ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. ചട്നിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. വെറും 5-10 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു
ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്